ജോമി സാർ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറ് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അതിലും കുറേ അവാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുൻപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നഴ്സുമാരുടെ ഒരു അവസ്ഥയെ പറ്റിയിട്ടും കാര്യങ്ങളും കൊറോണ കാലഘട്ടത്തിലാണെന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ സാറും ഈ നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരാളാണ്. അതെ അതെ. അപ്പോൾ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു സംഭവമാണ്. എനിക്കാണെങ്കിൽ ഈ ഒരു കഥ എഴുത്തോ അങ്ങനെയുള്ള ആക്ടിംഗ് ഒന്നും ഒരു താല്പര്യമില്ല, ഇന്ന് വരെ ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ആ കോവിഡിൻ്റെ ഒരു ടൈമിൽ 2019-20 കാലഘട്ടത്തിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് തന്നെ. അപ്പം ഞാൻ കോട്ടയത്തൊരു ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അന്നേരം നമ്മൾ ഈ നഴ്സുമാരെ പലരും അടുത്ത് വരുമ്പോൾ ഓടിപ്പോകുന്നൊരു അവസ്ഥയായിരുന്നു. കോവിഡ് രോഗികളുടെ അടുത്ത് നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയം ആയിരുന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വന്നു കഴിഞ്ഞ് നമ്മൾ ആരും അടുത്തേക്ക് അടുപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ആർക്കും പല കലാകാരന്മാർക്കും ഒരു ചാൻസസ് കിട്ടുന്നില്ല. അപ്പം ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള പല ആളുകളും പുറത്ത് നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാനും അതൊക്കെ മനസ്സിലാക്കിയ ഇതാണ്. നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസ് കുറേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബുകളൊക്കെ ആണല്ലോ എന്നോർത്ത് നമ്മളൊരു യൂട്യൂബ് ചാനലുണ്ടാക്കി. എൻ്റെ സ്വന്തം നാടായ ഉഴവൂരിൻ്റെ ഒരു പഴയ പേര് എളൂർ മീഡിയ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ഫിലിംസ് തന്നെ ചെയ്ത് ഒരു കുറച്ച് മെസ്സേജ് ഈ നാട്ടിലുള്ളവർക്ക് നഴ്സുമാരെക്കുറിച്ച് നല്ല രീതിയിൽ കാണുക. അവരെ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലല്ല അവരുടെ ആ ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു റിയൽ അനുഭവത്തിൽ നിന്നൊരു കഥ എഴുതി അത് ഷോർട്ട് ഫിലിം ആക്കി നമ്മൾ ചെയ്തു. അപ്പം അന്ന് മുതൽ എൻ്റെ കൂടെ ഉള്ള 2 പേരാണ്. എൻ്റെ പപ്പയുണ്ട് അതിനകത്ത് തുടക്കം മുതൽ, പിന്നെ സ്റ്റീഫൻ ചെട്ടിക്ക് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്. അവരൊക്കെ നല്ല ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ സ്റ്റാർട്ടിങ് മുതൽ അവരുടെ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. ഫസ്റ്റ് ഷോർട്ട് ഫിലിം തന്നെ നമ്മൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അയച്ചു കൊടുത്തപ്പം ബെസ്റ്റ് മെസ്സേജ് ഫിലിം എന്നുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അത് നമുക്ക് വളരെ വണ്ടറിങ് ആയിട്ട് തോന്നിയ സംഭവമായിരുന്നു. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ, അവാർഡിന് വേണ്ടി ഒന്നും ആയില്ല, ചുമ്മാ ഇങ്ങനെ ചെയ്തു. അതാരോ പറഞ്ഞ് അയച്ചു കൊടുക്കുന്നവർ അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ചെയ്താൽ കൊള്ളാമെന്നായി. അപ്പോൾ അങ്ങനെ സെയിം കോവിഡ് റിലേറ്റഡ് നഴ്സുമാരെ കുറിച്ച് അടുത്ത് പറഞ്ഞും കൂടെ ചെയ്തു. അതിനും ഒരു ബെസ്റ്റ് കോവിഡ് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ അവാർഡും കിട്ടി. അപ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി. പിന്നെ നമുക്ക് തന്നെ തോന്നി എവിടെയോ നമുക്കൊരു ദൈവം ഒരു കഴിവ് വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള. പലർക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കഴിവായിരിക്കില്ല നമുക്കുള്ളത്. അത് നമ്മൾ കണ്ടെത്താതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. വൺസ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയൊരു ഉയരത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം തോന്നിയതാണ് എന്നെപ്പോലെ തന്നെ കഴിവുള്ള പല ആളുകളും, ഞാൻ കഴിവുണ്ടെന്നല്ല പക്ഷേ ടാലൻറ്റഡ് ആയിട്ട് പല ആളുകളും ചാൻസസ് കിട്ടാതെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂടെ നിർത്തി അവർക്കും കൂടെ ചാൻസസ് മേടിച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായി.